വെൽക്കം ടു ക്രാക്ക് വൺ. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് നമ്മൾ ആദ്യം ഇട്ടായിരുന്നു. അത് രണ്ടാം പാർട്ടാണ് ഇടുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും അവയുടെ പ്രത്യേകത, അതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഇടുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകല്ലേ. ഇന്നാൾ നമ്മളൊരു ഇൻട്രഡക്ഷൻ ഒക്കെ കൊടുത്തതായിരുന്നു. അപ്പം ഇതിനകത്ത് കൂടുതൽ ഇൻട്രഡക്ഷന്റെ ആവശ്യമില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് തന്നെ പോവാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രം, അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്താ? മുത്തപ്പനാണ് കേട്ടോ. പറശ്ശിനിക്കടവ് ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട, കേരളത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത്, ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുത്തപ്പനാണ്. ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് ഇവിടെ ശിവനും വിഷ്ണുവും ചേർന്ന ഒരു മൂർത്തിയായിട്ടാണ് മുത്തപ്പനെ ആരാധിക്കുന്നത്. ആരായിട്ടാണ്? ശിവനും വിഷ്ണുവും ചേർന്ന ഒരു മൂർത്തിയായിട്ടാണ് മുത്തപ്പനെ ഇവിടെ പറശ്ശിനിക്കടവ് ആരാധിക്കുന്നത്. മുത്തപ്പൻ എന്ന സങ്കല്പമാണ് അവിടെ ഉള്ളത്, പറശ്ശിനിക്കടവ് ഉള്ളത്. ഈ തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും, വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടാറുണ്ട്. ഇവിടെ തെയ്യം കെട്ടിയാടുന്ന രണ്ടൊന്ന്, ഒന്ന് തിരുവപ്പൻ, പിന്നെ രണ്ടാമത്തെ വെള്ളാട്ടം. അതിൽ തിരുവപ്പൻ എന്ന് പറയുന്ന പരമശിവനും വെള്ളാട്ടം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനുമാണ്. ഇത് എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് തിരുവപ്പനെയും വെള്ളാട്ടവും നടക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് തിരുവപ്പനെയും വെള്ളാട്ടവും നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ പട്ടികജാതി പട്ടികവർഗ സമുദായക്കാർക്ക് ഒരു തുല്യ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇവർക്ക് പ്രത്യേകം പൂജകളും മറ്റ് ആചാരങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറയുന്നൊരു കാട്ടുജാതിപ്പെട്ട ഒരു അവതാരം, അതായത് പരമശിവനും മഹാവിഷ്ണുവും ഈ കാട്ടുവാസിയായിട്ട് അല്ലെങ്കിൽ കാട്ടിൽ ജീവിക്കുന്നവരായിട്ട് അവതാരം എടുത്തു എന്നൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ മുത്തപ്പ സങ്കല്പം എന്നാണ് പറയുന്നത്. അതായത് ഇവർക്ക് ഏറ്റവും ഇഷ്ടം, അതായത് ഇവര് സത്യം പറഞ്ഞ ദൈവങ്ങൾ, അതായത് ഹിന്ദു ദൈവങ്ങളുടെ പ്രത്യേകത തന്നെ അവര് മറ്റേ മാംസം ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ മദ്യപാനം നടത്തുക അങ്ങനെയൊന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത്. പക്ഷെ അതിന് വിപരീതമായിട്ട് ഇവര് കാട്ടിൽ ജീവിക്കുകയും അവരുടെ രീതികൾ അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുത്തപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് കള്ളാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ അവിടെയുള്ള ഈ പട്ടികജാതി പട്ടികവർഗ സമുദായക്കാർക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമായിട്ടായിരുന്നു പണ്ട് തൊട്ട് ഇത് ആചരിക്കപ്പെടുന്നത്. ഇവർക്ക് പ്രത്യേക പൂജകളും ആചാരങ്ങളും, ഇവരുടേതായ ചില സാമുദായിക പൂജകളും ആചാരങ്ങളും അവിടെ നടത്താറുണ്ട്. അത് പ്രത്യേക പൂജ, അതായത് സാധാരണ ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമുദായികമായിട്ടുള്ള ചില പൂജകളും കാര്യങ്ങളും അവിടെ നടത്താറുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നാണ് ഈ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. മുത്തപ്പനെ ഒരു ദൈവമായിട്ട് ഇവിടെ ആരാധിക്കുന്നത്. മുത്തപ്പൻ ശിവന്റെയും വിഷ്ണുവിന്റെ അവതാരമായിട്ടാണ് വിശ്വാസം. അതായത് ശിവനും വിഷ്ണുവും ചേർന്ന ഒരു അവതാരമായിട്ടാണ് മുത്തപ്പനെ അവതാരം എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാ വർഷവും മീനമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെ നടത്താറുണ്ട്. എന്താണ്? എല്ലാ വർഷവും മീനമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെ നടത്താറുണ്ട്. ഈ ഉത്സവ സമയത്ത് തിരുവേപ്പ് എന്ന പേരിൽ പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. എന്താണ്? ഈ ഉത്സവ സമയത്ത് തിരുവേപ്പ് എന്ന പേരിൽ പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ഉത്സവ സമയത്ത് വേട്ടമുത്തപ്പൻ എന്ന പേരിൽ പ്രത്യേക പൂജകൾ നടത്താറുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേക പൂജകൾ, ഇവിടെ ഉത്സവ സമയത്ത് വേട്ടമുത്തപ്പൻ എന്ന പേരിൽ പൂജകൾ നടത്താറുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തെ പറ്റി നോക്കാനുള്ളത്. അല്ലെ, ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് മുത്തപ്പനാണ്. വിഷ്ണുവും ശിവനും ചേർന്ന മൂർത്തിയാണ് മുത്തപ്പൻ എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ടത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെ, വെള്ളാട്ടം അല്ലെങ്കിൽ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെ ഇവിടെ തെയ്യം കെട്ടിയാടാറുണ്ട്. എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടുമാണ് തിരുവപ്പനെയും വെള്ളാട്ടം നടക്കാറുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രധാന ഇവിടെ പട്ടികവർഗ സമുദായക്കാർക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ്. ഇവർക്ക് പ്രത്യേക പൂജകളും മറ്റ് ആചാരങ്ങളും ഇവിടെ, അതായത് അവരുടേതായ പൂജകളും ആചാരങ്ങളും നടത്താറുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി എന്ന് അറിയില്ല. പറശ്ശിനിക്കടവ് കണ്ണൂർ ജില്ലയിലാണ്. ഈ കണ്ണൂർ ജില്ലയിൽ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നാണ് ഈ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. മുത്തപ്പനെ ഒരു ദൈവമായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ശിവന്റെയും വിഷ്ണുവിന്റെ ഒരു അവതാരമായിട്ടാണ് ഇവിടെ വിശ്വസിക്കുന്നത്. എന്താണ്? ശിവന്റെയും വിഷ്ണുവിന്റെ അവതാരമായിട്ട്. എല്ലാ വർഷവും മീനമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടത്താറുണ്ട് കേട്ടോ ഇവിടെ. എല്ലാ മാസം മീനമാസത്തില്. ഈ ഉത്സവ സമയത്ത് തിരുവേപ്പ് എന്ന പേരിൽ പ്രത്യേക പൂജ നടത്താറുണ്ട്. ഉത്സവത്ത് വേട്ടമുത്തപ്പൻ എന്ന പേരിൽ പ്രത്യേക, അതായത് തിരുവേപ്പ് വേട്ടമുത്തപ്പൻ എന്ന പേരുകളിൽ എന്താണ് പ്രത്യേക പൂജകൾ ഇവിടെ നടത്താറുണ്ട്. അത് ഓർത്തോണം, തിരുവേപ്പ് വേട്ടമുത്തപ്പൻ. പിന്നെ ഇവിടുത്തെ പ്രധാനം എന്താ വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഇവരുടെ ഒരു ആചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറശ്ശിനിക്കടവ് ഒരിക്കലും ഒരാൾ വിശന്ന് തിരിച്ചു പോകാൻ പാടില്ല എന്നൊരു ആചാരമുണ്ട്. അവിടെ ചെന്ന ഒരാൾ വിശന്ന് തിരിച്ചു പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ദിവസവും ഭക്ഷണമുണ്ട്. അതായത് അവിടെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ മറ്റേ പയറും തേങ്ങാക്കൊത്തും ഇട്ടൊരു ചെറിയ പ്രസാദം പോലെ നമുക്ക് തരാറുണ്ട്. അവിടെ അതിന് പ്രത്യേകം ഇരിക്കാനുള്ള സ്ഥലവും പിന്നെ കട്ടൻ ചായയും ഇതൊക്കെ എന്നും എന്നും പറഞ്ഞാൽ എല്ലാ ദിവസവും കിട്ടുന്നത്. അതിന് പ്രത്യേകിച്ച് ദിവസമില്ല, എല്ലാ ദിവസവും ലഭിക്കുന്നതാണ്. അതായത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ചെന്ന് ഉള്ളവർ ഒരിക്കലും വിശന്ന് തിരിച്ചു പോകാൻ പാടില്ല എന്നാണ് അവിടെ ഉള്ളത്. പിന്നെ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രം, അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് ഈ പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രമാണ് ഇത്, പറശ്ശിനിക്കടവ് ക്ഷേത്രം എന്ന് പറയുന്നത്.
അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്താണ്? എല്ലാ ദിവസവും എന്താണ് തിരുവപ്പൻ അല്ലെ തിരുവപ്പൻ എന്നും വെള്ളാട്ടം എന്നും രണ്ട് രീതിയിൽ തിരുവപ്പവും വെള്ളാട്ടവും എന്ന ഈ രണ്ട് തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രമാണ് ഇത് പറശ്ശിനിക്കടവ് ക്ഷേത്രം. അതാണ് ഏറ്റവും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം PSCക്ക് വരെ വന്നിട്ടുണ്ട്. അതായത് എന്താണ്? എന്നും ദിവസേന തെയ്യം കെട്ടിയാടുന്ന ഒരു ക്ഷേത്രം, അത് പറശ്ശിനിക്കടവാണ്. ദിവസവും തെയ്യാട്ടമുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് പറശ്ശിനിക്കടവ് ക്ഷേത്രമാണ്. അപ്പൊ അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ട മള്ളിയൂർ ഗണപതി ക്ഷേത്രം. എന്താണ് മള്ളിയൂർ ഗണപതി ക്ഷേത്രം? ഇവിടുത്തെ പ്രധാന വിഷയം ഗണപതി മഹാവിഷ്ണു കേട്ടോ. ഇവിടെ പ്രധാന വിഷയം ഗണപതിയാണ്. ഗണപതി മഹാവിഷ്ണുവോട് ചേർന്നിട്ടുള്ള ഗണപതിയായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ ഗണപതി വിഷ്ണു സങ്കല്പത്തിലാണ് അറിയുന്നത്. അതായത് ഗണപതി വിഷ്ണു ചേർന്ന സങ്കല്പത്തിലാണ് അവതരിക്കുന്നത്. ഇവിടുത്തെ മറ്റു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത ബീജ ഗണപതി രൂപത്തിലെ സങ്കല്പമുള്ള ക്ഷേത്രമാണ്. ബീജഗണപതി സങ്കല്പമുള്ള ക്ഷേത്രമാണിത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റിന് കൂടി കേട്ടോ. ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ബീജഗണപതി സങ്കല്പമുള്ള ക്ഷേത്രം അതാണ്. ഇതാണ് ട്ടോ. അപൂർവ സങ്കല്പമായ ഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠയുള്ളത്. അതവിടെ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലാണ് കേട്ടോ. ഗണപതി ഇവിടെ ചതുർഭുജ രൂപത്തിലാണ്, അതായത് 4 കൈകളുള്ള രൂപത്തിൽ ചതുർഭുജ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മള്ളിയൂർ ഗണപതി എന്താണ്? ചതുർഭുജ രൂപത്തിലാണ് ഇവിടെ മള്ളിയൂർ ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. മള്ളിയൂർ ഗണപതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? ഭഗവാൻ കൃഷ്ണനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം വളരെ പഴക്കമുള്ളതെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ വിഗ്രഹങ്ങൾ എന്താണ്? വളരെ പഴക്കമുള്ള, വിഷ്ണു വിഗ്രഹം പ്രത്യേകിച്ച് വളരെ പഴക്കമുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. ഇനിയാണ് നോക്കണ്ടേ, എല്ലാ വർഷവും ഗണപതിക്ക് ഗജപൂജ നടത്താറുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഗണപതിക്ക് നേരുന്ന ഒരു പ്രധാനപ്പെട്ട ഗജപൂജ. ഈ സമയത്ത് ആനയെ അണിയിച്ചൊരുക്കി പൂജകൾ നടത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഗണപതിക്ക് പ്രീതി വരുത്താനായിട്ട് ഗജപൂജ എന്ന് പറഞ്ഞ പൂജ നടത്തുന്നുണ്ട്. അത് ഈ സമയത്താണ് ആനകളെ അണിയിച്ചൊരുക്കി അവരെ വെച്ച് അത് ആന അണിയിച്ചൊരുക്കി പൂജകൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണിക്ക് ഗണപതിക്ക് പ്രത്യേക പൂജ നടത്തുന്നത്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിക്ക് ഗണപതിക്ക് പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ഈ അഷ്ടമി രോഹിണിയുടെ പ്രത്യേകത അന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പൊ ചിങ്ങമാസ അഷ്ടമി രോഹിണിക്ക് ഗണപതിക്ക് പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. ഇനി വിഷ്ണുവിന് പ്രത്യേക പൂജകൾ വഴിപാടുകൾ ഇവിടെ, അതായത് ഗണപതിക്ക് മാത്രമല്ല, ഗണപതിക്കും വിഷ്ണുവിനും പ്രത്യേകം പൂജകൾ ഇവിടെ നടത്താറുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേക വഴിപാടുകളും പൂജകളും നടത്തുന്ന ക്ഷേത്രമാണ്. അത് ഗണപതിക്ക് പ്രത്യേക പൂജകളും വിഷ്ണുവിനും പ്രത്യേക പൂജകളും നടത്തുന്ന ക്ഷേത്രമാണിത്. ഗണപതിക്ക് പ്രത്യേക ഉത്സവങ്ങൾ നടത്താറുണ്ട്. ഇവിടെ ഗണപതിക്ക് മാത്രമായിട്ട് പ്രത്യേക ഉത്സവങ്ങളൊക്കെ നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഇത് മള്ളിയൂർ ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതി മഹാവിഷ്ണുവാണ്. ഇവിടെ വിഷ്ണു സങ്കല്പത്തിലാണ്, ഗണപതി വിഷ്ണു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠന്റെ പ്രത്യേകത ബീജ ഗണപതി രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അത് ചതുർഭുജ രൂപത്തിലാണ് ഉള്ളത്. ചതുർഭുജ രൂപത്തിലുള്ള ബീജഗണപതി രൂപമാണ് ഇവിടെ ഗണപതിയെ ആണ് മള്ളിയൂർക്കാവിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ വിഷ്ണു വിഗ്രഹം വളരെ പഴക്കമുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇനി ഇവിടുത്തെ പ്രധാന പൂജ ഗജപൂജ എന്ന് പറഞ്ഞ പൂജ എല്ലാ വർഷവും നടത്തുന്ന ഒരു പൂജയുണ്ട്. ഗജപൂജ എന്ന് പറയുന്നത് അത് ആനയെ അണിയിച്ചൊരുക്കിയ പൂജ, ഗണപതിയെ പ്രീതിപ്പെടുത്താണ്ട് നടന്ന ഗജപൂജ. ആ പേര് പോലെ തന്നെ ആനയെ അണിയിച്ചൊരുക്കി പൂജകൾ നടത്തുന്നതാണ് അത്. ഇതിൽ അഷ്ടമി രോഹിണിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് പ്രത്യേക പൂജ. സാധാരണ അഷ്ടമി രോഹിണിക്ക് മഹാവിഷ്ണുവൊക്കെയാണ്. ഇതിവിടെ ഗണപതിക്ക് പ്രത്യേക പൂജകളാണ് നടത്താറുള്ളത്. ഇനി ഗണപതിക്ക് പ്രത്യേക ഉത്സവം നടത്താറും ഉണ്ട്. ഇവിടെ ഗണപതിക്ക് പ്രത്യേക ഉത്സവങ്ങൾ നടത്താറുണ്ട്. അപ്പൊ അത്രയാണ് നമ്മൾ മള്ളിയൂർ ഗണപതിയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കട്ടെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. ഈ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു പുരാണമായിട്ടൊക്കെ ഭയങ്കര ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഈ കൊട്ടിയൂർ. ഒരുപാട് വിശ്വാസങ്ങൾ ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ഇത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ദക്ഷയാഗത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ഈ ദക്ഷയാഗം ഏകദേശം എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഈ ദക്ഷയാഗം. മറ്റൊന്നുമല്ല, ഈ ദക്ഷൻ എന്ന് പറയുന്ന ആരാണ്? സതീദേവിയുടെ, ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു ദക്ഷൻ. പുള്ളി ലോക രാജാവെന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ പുള്ളി ഒരു വലിയ യാഗം നടത്തിയ സമയത്ത് പുള്ളിയുടെ മകളായിരുന്നു ആര്? സതീദേവി എന്ന് പറയുന്നത്. ഈ സതീദേവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ പുള്ളിക്കാരി ദേവിയുടെ അവതാരമായിരുന്നു. അതായത് പാർവതി ദേവിയുടെ അവതാരം, അല്ലെങ്കിൽ പാർവതി ദേവിക്ക് മുമ്പ് സതീദേവി ആയിരുന്നു ആദ്യം അവതാരമായി ജനിച്ചത്. മഹാകാളിയുടെ അവതാരമായിരുന്നു ആര്? സതീദേവി എന്ന് പറയുന്നത്. അപ്പൊ ഈ സതീദേവി ആരുടെ? ദക്ഷന്റെ മകളായിട്ടായിരുന്നു ജനിച്ചത്. പക്ഷെ ദക്ഷൻ അന്ന് മഹാവിഷ്ണുവിനെയാണ് ഭഗവാനായിട്ട് കണ്ടിരുന്നത്. ശിവനെ ദൈവമായിട്ട് പുള്ളി അംഗീകരിച്ചിട്ടുമില്ലായിരുന്നു. പുള്ളിക്ക് ഏറ്റവും ശത്രുത ഉണ്ടായിരുന്ന ആളായിരുന്നു മഹാദേവൻ. അതിന് കാരണം മറ്റൊന്നുമല്ല, തന്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിന്റെ 4ാമത്തെ ശിരസ് പുള്ളി മഹാദേവൻ എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്ത് അല്ലെങ്കിൽ അത് മാറ്റിയിട്ടുണ്ടാവും. പുള്ളിയുടെ ശിരസിൽ നിന്ന് വേർപെടുത്തിയിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടതോടെയാണ് പുള്ളിയോട് ഇത്രയും ശത്രുത ദക്ഷന് വരാനുള്ള കാരണം. അതിന് വേറൊരു ഐതിഹ്യമുണ്ട്. ഈ ബ്രഹ്മാവിന്റെ 4 ശിരസുകൾ, ഒരു ശിരസ് അഹങ്കാരം
കൂടിയപ്പോൾ മഹാദേവൻ അത് വെട്ടിമാറ്റി എന്നൊക്കെയാണ് ഒരു ഐതിഹ്യമുണ്ട്. അതിന് വേറെ കഥകളുണ്ട്. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോകണ്ട. അപ്പൊ ഈ സ്ഥലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു ഒരു വലിയൊരു ഐതിഹ്യ കഥയാണ്. അത് നമ്മൾ ഇതുമായിട്ട് മാത്രം പറയുമ്പോഴാണ് ഇതിങ്ങനെ പറയുന്നത്. അതായത് ഈ ദക്ഷൻ അപ്പം ദക്ഷൻ ഇഷ്ടമല്ല. ദക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹാദേവനോട് അത്രയ്ക്ക് ദേഷ്യമാണ്. പക്ഷെ ദക്ഷന്റെ മകളായിട്ടുള്ള സതീദേവിക്ക് ഈ മഹാദേവനെ ഇഷ്ടമായിരുന്നു. അതിനോട് പ്രേമ അല്ല ഐ മീൻ പ്രണയമായിരുന്നു. ഈ പ്രണയത്താൽ എന്ത് ചെയ്തു ദക്ഷൻ ഈ പ്രണയം ഒരിക്കലും അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ സതീദേവി എന്ത് ചെയ്തു ശിവന്റെ കൂടെ പോവാണ് ചെയ്തത്. ശിവന്റെ കൂടെ പോയി അവരുടെ വിവാഹം കഴിയുകയും ചെയ്തു. എന്നാൽ ഈ ദക്ഷൻ ഇതൊരിക്കലും അംഗീകരിക്കുകയോ അതോടെ ദക്ഷന് ഈ വിവാഹം പോയിട്ട് ഈ മകളെ തന്നെ അംഗീകരിക്കാതാവുകയാണ് ചെയ്യുന്നത്. മകളോട് തന്നെ ശത്രുതയായിട്ട് ആ ശിവനോടുള്ള ദേവനുള്ള ശത്രുത എന്ത് ചെയ്തു ദക്ഷൻ എന്ത് ചെയ്തു മകളോടും കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വലിയ യാഗം നടത്തുകയാണ്. ഈ ദക്ഷൻ വലിയൊരു യാഗം നടത്തി. ആ യാഗ സ്ഥലത്തേക്ക് മറ്റേ എല്ലാ ലോകത്തുള്ള സർവമാന ആൾക്കാർ, അതായത് കോടാനുകോടി ദൈവങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും എന്ന് വേണ്ട എല്ലാവരും ക്ഷണിച്ചു. പക്ഷെ ആരും ക്ഷണിച്ചില്ല? സതീദേവിനെ ക്ഷണിച്ചില്ല, മഹാദേവനെ ക്ഷണിച്ചില്ല. അപ്പൊ സതീദേവി എന്ത് ചെയ്തു ഇത് ഒരു അപമാനമായിട്ട് കണക്കാക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ തന്റെ ഒരിക്കലും താൻ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മകളായതുകൊണ്ട് തന്നെ ഒരിക്കലും അവിടുന്ന് പുറത്താക്കില്ല എന്ന വിശ്വാസത്തോടെ എന്ത് ചെയ്തു സതീദേവി ആ യാഗത്തിന് ചെല്ലുകയാണ്. അന്ന് മഹാദേവൻ തടഞ്ഞതായിരുന്നു, ഒരിക്കലും പോകരുന്നുണ്ട്. എന്നിട്ടും സതീദേവി അത് കേൾക്കാതെ ദക്ഷയാഗത്തിന് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ദക്ഷയാഗത്തിൽ ചെന്നപ്പോൾ ദക്ഷയാഗത്തിൽ വെച്ച് ദക്ഷൻ എന്ത് ചെയ്തു സതീദേവിയെ ഭയങ്കരമായിട്ട് അപമാനിക്കുകയും അവരെ കളിയാക്കുകയും ഒക്കെ ചെയ്തു. അത്രയും പേര് വെച്ച് ഭയങ്കര അപമാനമാണ് ദക്ഷൻ മകൾക്ക് നൽകിയത്. ആ അപമാന ഭാരത്തിൽ എന്ത് ചെയ്തു സതീദേവി സ്വയം ഒരു തീ കൊളുത്തി ആത്മഹത്യ ചെയ്യണേ. അതായത് സ്വയം ആ യാഗാഗ്നിയിൽ ചാടി മരിച്ചു എന്നാണ് പറയുന്നത്. യാഗാഗ്നിയിൽ ചാടി മരിക്കുന്നു. ഈ യാഗാഗ്നിയിൽ ചാടി മരിച്ച സമയത്ത് എന്ത് ചെയ്തു ഈ ശിവന് ഇത് അറിഞ്ഞപാട് ഭയങ്കര ഘോഷണം അറിയാലോ. ക്ഷിപ്രകോപിയാണ് ശിവൻ. അപ്പൊ ശിവൻ എന്ത് ചെയ്തു ശിവൻ ആ ദേഷ്യത്തിൽ അവിടെ വരികയും ദക്ഷന്റെ തല അറുത്ത് മാറ്റുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. പിന്നീട് എല്ലാവരും ഈ ആ യാഗം പൂർത്തിയാക്കിയാലേ ഈ ലോകനാശം ഉണ്ടാവുന്നുള്ള ഭയത്താൽ എല്ലാവരും മഹാവിഷ്ണുവും ബ്രഹ്മാവും അടക്കം സർവ്വരും അദ്ദേഹത്തോട് ശിവനോട് കേണപേക്ഷിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കോപം കുറച്ച് കുറയുകയും അദ്ദേഹം ദക്ഷന്റെ തലയ്ക്ക് പകരം ഒരു ആട്ടിൻ ശിരസ് കാരണം ദക്ഷന്റെ ശില വെട്ടി മാറ്റിയ പാടെ തന്നെ ദക്ഷന്റെ ശിരസ് ഭസ്മമായി പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദക്ഷന്റെ ശരീരത്തിൽ ഒരു ആടിന്റെ ശിരസ് വെച്ച് പിടിപ്പിക്കുകയും ആ യാഗം പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒപ്പം അതിനുശേഷം ശിവൻ ആ പാർവതിയുടെ എന്ത് ചെയ്തു ഈ വെന്ത ശരീരം എടുത്തുകൊണ്ട് ലോകം മൊത്തം ചുറ്റിയെന്നാണ് പറയപ്പെടുന്നത്. ആ ലോകം മൊത്തം ചുറ്റിയ സമയത്ത് എന്ത് ഈ സതീദേവിന്റെ ഈ ശരീരം അങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് ലോകനാശത്തിന് പിന്നെയും കാരണമാവെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു മഹാവിഷ്ണു സുദർശന ചക്രം ഉപയോഗിച്ച് ആ ശരീരം, അതായത് ആ ശരീരത്തിനെ പല കഷ്ണങ്ങളായിട്ട് മുറിക്കുകയും അത് ലോകത്ത് തന്നെ പലയിടത്ത് വീഴുകയും അതാണ് ശക്തിപീഠങ്ങളായിട്ട് മാറിയതെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഐതിഹ്യമാണ്, കഥകളാണ്. ഇതിൽ പല വേർഷൻസും ഉണ്ടാവും. ഇതിൽ ഞാൻ കേട്ടിട്ടുള്ളതും ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു വേർഷനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് മിസ്റ്റേക്കുകളോ എന്തെങ്കിലും തെറ്റുകളോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഇത് കേട്ടില്ല. കാരണം പറഞ്ഞല്ലോ ഇതിനൊരു ആധികാരികത നമുക്ക് പറയാൻ പറ്റില്ല. ആധികാരിക കണ്ടുപിടിക്കാൻ ഇത് എവിടെ റിട്ടേൺ ആയിട്ടുണ്ടെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. റിട്ടേൺ ആയിട്ട് എവിടെ ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല. അപ്പം ഈ ഒരു ദക്ഷയാഗത്തിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ഇത് കൊട്ടിയൂർ മഹാദേവ, ഇപ്പൊ ഇരിക്കുന്ന കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നാണ് ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഈ ഐതിഹ്യം ക്ഷേത്രത്തിൽ എല്ലാ ആചാരങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ ഐതിഹ്യം എന്താണ് ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും വലിയ പ്രാധാന്യം നൽകുന്നത്. ബാവലിപ്പുഴയുടെ ഇരുവശങ്ങളെ ഇക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂരും എന്നിങ്ങനെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എന്താണ് ബാവലിപ്പുഴയുടെ രണ്ട് ഭാഗത്തായിട്ടാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം ഉള്ളത്. ഒന്ന് ഇക്കരെ കൊട്ടിയൂരും ഒന്ന് അക്കരെ കൊട്ടിയൂർ, അങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത്. അല്ല അക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നതാണ് ഈ ദക്ഷയാഗം നടന്ന സ്ഥലമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. അക്കരെ കൊട്ടിയൂർ എന്ന് അത് ഓർത്ത് വെക്കണം. അക്കരെ കൊട്ടിയൂരാണ് ദക്ഷയാഗം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥിരം ക്ഷേത്രമില്ല. അതായത് ഈ അക്കരെ കൊട്ടിയൂർ അല്ലെങ്കിൽ ദക്ഷയാഗം നടന്ന സ്ഥലത്ത് ഒരു സ്ഥിര ക്ഷേത്രമൊന്നുമില്ല. പകരം ഉത്സവ കാലത്ത് താൽക്കാലികമായിട്ട് ഈ പർണശാലകളില്ലേ, പർണശാലകളായിട്ട് നിർമ്മിച്ചാണ് പൂജ നടത്തുന്നത്. പർണശാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഈ കച്ചി ഇതൊക്കെ കൊണ്ട് നമ്മൾ പണ്ട് ഈ സന്യാസിമാരുടെ വീടൊക്കെ ഉണ്ടാക്കൂല, അല്ലെങ്കിൽ അതുപോലെ മറ്റേ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കുന്ന ഈ പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാതെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇലകളും മറ്റേ ഇല്ലിയും എല്ലാം വെച്ചിട്ട് ഈ താൽക്കാലിക കെട്ടിയുണ്ടാക്കുന്ന ഈ വീടുകൾ പോലത്തെ സ്ഥലങ്ങളാണ് ഈ പർണശാല എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള പർണശാലകൾ കെട്ടിയുണ്ടാക്കുകയും ആ പർണശാലകൾ വെച്ചാണ് ഇവിടെ യാഗങ്ങൾ അവിടെ പൂജകൾ നടത്തുകയും ചെയ്യുന്നത്. ഈ ഉത്സവകാലത്ത് മാത്രം, അതായത് ഈ ഉത്സവകാലത്ത് മാത്രമേ ഇവിടെ എന്ത് ചെയ്യാറുള്ളൂ, ഇവിടെ ഈ അക്കരെ കൊട്ടിയൂരിലേക്ക് ആൾക്കാർ പോവാറ് പോലും ഉള്ളൂ. അല്ലാത്ത സമയത്ത് അവിടേക്ക് പ്രവേശനം പോലും ഇല്ല.
ഉത്സവകാലത്ത് മാത്രം താൽക്കാലികമായിട്ടാണ് അവിടെ പറഞ്ഞത്. കാരണം അവിടെ ക്ഷേത്രമില്ല. ക്ഷേത്രമായിട്ട് അവിടെ ഒരു സ്ഥിര ക്ഷേത്രമായിട്ടില്ല. പകരം ഉത്സവ സമയത്ത് അവിടെ താൽക്കാലിക പർണശാലകളായി കെട്ടിയാണ് അവിടെ പൂജ നടത്താറുള്ളത്. ഇവിടെ ഇവിടുത്തെ ശിവൻ എന്ന് പറഞ്ഞാൽ സ്വയംഭൂ ആണെന്നാണ് വിഷയം. അതായത് ഞാൻ സ്വയംഭൂ എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്വന്തമായി, അതായത് സ്വയം പൊങ്ങി വരുന്ന, സ്വയം ഭൂമിയിൽ കണ്ടിട്ടുള്ള, അല്ലാതെ ആരും പ്രതിഷ്ഠിച്ചതോ മറ്റുമല്ല, സ്വയം ഭൂമിയിൽ ഉണ്ടായി പൊങ്ങി വന്ന, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്ത സമയത്ത് അവിടെ നിന്ന് ലഭിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് സ്വയം പൊങ്ങി വരിക അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് സ്വയംഭൂ എന്നറിയപ്പെടുന്നത്. മറ്റാരും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെയാണ്, അത് സ്വയംഭൂ അല്ല. ഇത് പ്രതിഷ്ഠിച്ചല്ല, മറിച്ച് സ്വയമായി പൊങ്ങി വന്നതോ അല്ലെങ്കിൽ സ്വയം എവിടുന്നെങ്കിലും ലഭിച്ചതോ ആയിട്ടുള്ള വിഗ്രഹങ്ങളാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. ഇനി ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്നത് അത് സ്ഥിരം ഒരു ക്ഷേത്രമുണ്ട്. ഇക്കരെ കൊട്ടിയൂരിന് എന്താണ് സ്ഥിരം ക്ഷേത്രമുണ്ട്. അവിടെ ഒരു സ്ഥിരം ഉണ്ട്. എന്നാൽ അക്കരെ കൊട്ടിയൂർ സ്ഥിരമില്ല. യാഗം നടന്നിടത്ത് സ്ഥിരം ക്ഷേത്രമില്ല. ഇനി അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവം എന്ന് പറയുന്നത് കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ ഉത്സവമാണ്. ഈ കൊട്ടിയൂരിലെ ക്ഷേത്ര ഉത്സവം വൈശാഖം ആഘോഷം എന്ന് അറിയപ്പെടുന്നത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ സമയത്ത് മാത്രമാണ് എന്ത് ചെയ്യുക, അക്കരെ കൊട്ടിയൂരിൽ പോകാനോ അവിടേക്ക് പ്രവേശനമുള്ളൂ. ഈ ഉത്സവം നടക്കുന്ന ദിവസം ഇക്കരെ കൊട്ടിയൂർ എന്ത് ചെയ്യും, അടച്ചിടും. അതായത് സ്ഥിരം ക്ഷേത്രമുള്ള, സ്ഥിരം പൂജയുള്ള ഈ ഇക്കരെ കൊട്ടിയൂർ എന്ത് ചെയ്യും, ഈ ഉത്സവം നടക്കുന്ന 28 ദിവസം അടച്ചിടും. പകരം എന്ത് ചെയ്യും, അക്കരെ കൊട്ടിയൂരാണ് ദീപങ്ങളും ഇതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പൂജകളും കാര്യങ്ങളും. അവിടേക്ക് അപ്പം ഈ 28 ദിവസം മാത്രമേ ആകെ പ്രവേശനമുള്ളൂ. അല്ലാതെ ഒരു മനുഷ്യനും അവിടേക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. ഇത് ദക്ഷയാഗത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് എന്ത് ഈ 28 ദിവസത്തെ യാഗത്തെ, ഈ വൈശാഖ മഹോത്സവം നടക്കുന്നത് ദക്ഷയാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉത്സവമാണ് എന്ത് ഈ 28 ദിവസം നടക്കുന്ന വൈശാഖ മഹോത്സവം നടക്കുന്നത്. ഈ ഉത്സവാരംഭത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു പ്രധാന ചടങ്ങ് എന്താണ്, നെയ്യാട്ടം എന്ന് പറഞ്ഞ ചടങ്ങ് നടത്താറുണ്ട്. നെയ്യാട്ടം, അത് ഓർത്തുക. നെയ്യാട്ടം എന്ന് പറഞ്ഞ ചടങ്ങാണ്. ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, പ്രധാന ക്ഷേത്രം, അത് ഒരു ഈ കൊട്ടിയൂരുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനമാണ് വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്ന് വാളും ആഭരണം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് എന്ന് പറയുന്നത്. അത് ഈ പ്രത്യേകം ഓർത്ത് വെച്ചോട്ടെ. കാരണം വയനാട്ടിലെ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ നിന്ന് വാളും ആഭരണങ്ങളുമാണ് കൊട്ടിയൂർ ഉത്സവത്തിന് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം അതേതാണ് ഓർക്കേണ്ടത്, മുതിരേരിക്കാവിൽ, വയനാട്ടിലെ മുതിരേരിക്കാവ് എന്ന് ഓർത്ത് വെച്ചോ. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നാണ് വാളും ആഭരണങ്ങളും അഭിഷേകത്തിനെ കൊണ്ടുവരുന്നത്. ഈ വയനാടിനോട് അടുത്താണ് കൊട്ടിയൂർ കിടക്കുന്നത്. കണ്ണൂരാണ് കൊട്ടിയൂരെങ്കിലും വയനാടിനോട് അടുത്ത് കിടക്കുന്നതാണ്. അപ്പം ആ വയനാട്ടിലെ ക്ഷേത്രങ്ങളുമായിട്ടും ഈ കൊട്ടിയൂരിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും വാളും ആഭരണങ്ങളും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങ് ഇവിടെ പ്രധാനമാണ്. അപ്പോൾ ഈ മുതിരേരിക്കാവ് എപ്പോഴും ഓർത്ത് വെച്ചോട്ടോ. ഇനി ഉത്സവത്തിലെ മറ്റൊരു പ്രധാന ചടങ്ങാണിത് ഇളനീരാട്ടം എന്ന് പറയുന്നത്. അതെന്താണ്, അത് ഭക്തർ വഴിപാടായി നൽകുന്ന ഇളനീരുകൾ. അവിടെ ഒരു ഇളനീര് വഴിപാടായി നൽകുന്ന ഒരു പ്രാധാന്യമുണ്ട്. ആ ഇളനീര് എന്ത് ചെയ്യും, ഈ ഇതിൽ അഭിഷേകം നടത്തും. ഈ ശിവനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് എന്ത് ഇളനീരാട്ടം എന്നറിയപ്പെടുന്നത്. ഭക്തർ നൽകിയ വഴിപാടായിട്ട് സമർപ്പിച്ച ഇളനീര് അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണ് ഇത് ഈ ഇളനീരാട്ടം എന്ന് പറയുന്നത്. അതിൽ പ്രധാന ആ ഇളനീരാട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. അതിൽ ഒരു പ്രധാന ഭാഗം എന്താണ്, ഭക്തർ വഴിപാടായി സമർപ്പിക്കുന്ന ഇളനീര് അഭിഷേകമാണ്. ഇനി കൊട്ടിയൂരിന്റെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത് ഓടപ്പൂ എന്ന് പറയുന്നതാണ്. ഓടപ്പൂ ഉണ്ട്. അത് ഓർത്ത് വെച്ചോളൂ. ഈ ഓടപ്പൂ പ്രസാദമായിട്ട് നൽകുന്ന കുറച്ച് അത് ഒരുപാട് ക്ഷേത്രങ്ങളൊന്നുമില്ല. അല്ലെ കൊട്ടിയൂരിൽ പ്രധാനമായിട്ട് പ്രസാദം എന്ന് പറയുന്നത് എന്താണ്, ഓടപ്പൂവാണ്. ഈ നെയ്യ് ഉപയോഗിച്ചുള്ള അഭിഷേകം ഇവിടുത്തെ പ്രധാന ദൃശ്യമാണ്. മറ്റൊരു പ്രധാന വഴിപാട് എന്താണ്, നെയ്യ് ഉപയോഗിച്ചുള്ള അഭിഷേകം. ഇനി ദക്ഷയാഗത്തിൽ ദക്ഷന്റെ തല മുറിച്ചതിനെ തുടർന്ന് ഉണ്ടായ രക്തം വീണ സ്ഥലമാണ് ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ശിവൻ തല വെട്ടി മാറ്റിയ പിന്നീട് ആ പൂജ ആ യാഗം പൂർത്തിയാക്കേണ്ടത് കൊണ്ട് മാത്രം ശിവൻ ആ തലയ്ക്ക് പകരം ഒരു ആടിന്റെ തല വെച്ച് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ തല വെട്ടി മാറ്റിയപ്പോൾ ആ തല വെട്ടി മാറ്റുന്ന സമയത്ത് ഇവിടെ രക്തം വീണ സ്ഥലമാണ് എന്ത് ഈ ഉത്സവം നടക്കുന്ന അക്കരെ കൊട്ടിയൂർ എന്നാണ് പറയപ്പെടുന്നത്. ഈ യാഗം നടന്ന സ്ഥലവും ഈ രക്തം വീണ സ്ഥലം സതീദേവി മരണപ്പെട്ട സ്ഥലവും ഏതാണ് ഈ അക്കരെ കൊട്ടിയൂർ എന്നാണ് ഒരു വിശ്വാസമുള്ളത്. ഇത്രയും ഒരു ഈ ഐതിഹ്യ പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യം പറയാൻ പറ്റില്ല, നമുക്ക് ചരിത്രമല്ലല്ലോ, ചരിത്രം നമുക്ക് മിക്സ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഐതിഹ്യ പ്രാധാന്യം, ലോകത്തെ സംബന്ധിച്ച് ഐതിഹ്യ പ്രാധാന്യം, അത്ര ഐതിഹ്യം പുരാണ പ്രാധാന്യം അല്ലെങ്കിൽ പുരാണങ്ങളിൽ അത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്തായിരുന്നു ഇതിനൊരു ഓവറോൾ ആയിട്ട് നമുക്കൊന്നുകൂടെ പറയാം. ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂര്. ഈ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ അക്കരെ കൊട്ടിയൂർ എന്ന് പറഞ്ഞ 2 ക്ഷേത്രങ്ങളുണ്ട്. അക്കരെ കൊട്ടിയൂരിന്റെ ദക്ഷയാഗം നടന്ന സ്ഥലം എന്നറിയപ്പെടുന്ന ഏതാണ്, യഥാർത്ഥ കൊട്ടിയൂരിൽ ദക്ഷയാഗം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം അക്കരെ കൊട്ടിയൂരാണ്. പക്ഷെ അവിടെ ഒരു സ്ഥിര ക്ഷേത്രമില്ല, പകരം ഉത്സവകാലത്ത് മാത്രമേ തുറക്കാറുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞായിരുന്നു വൈശാഖ ഉത്സവ സമയത്ത് കൊട്ടിയൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് വൈശാഖ ഉത്സവമാണ്. ഈ വൈശാഖ ഉത്സവം ഒരു 28 ദിവസം, ഈ നീണ്ടിരിക്കുന്ന 28 ദിവസം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അക്കരെ കൊട്ടിയൂർ നട തുറക്കും. അക്കരെ കൊട്ടിയൂർ നട തുറക്കല്ല, അക്കരെ കൊട്ടിയൂർ ഉത്സവകാലം ഉണ്ടാവുകയുള്ളൂ. അവിടെ പർണശാല നിർമ്മിക്കുകയുള്ളൂ. അങ്ങോട്ട് പ്രവേശനം തന്നെ എപ്പോഴേ ഉള്ളൂ, ആ 28 ദിവസം മാത്രമേ ഉള്ളൂ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളൂ. പിന്നെ ബാക്കിയുള്ള ദിവസം മൊത്തം എന്താണ്, ഇക്കരെ കൊട്ടിയൂരാണ്. ഇക്കരെ കൊട്ടിയൂർ ഒരു സ്ഥിര ക്ഷേത്രമുണ്ട്. ഇപ്പോൾ ഇക്കരെ കൊട്ടിയൂരാണ് ബാക്കിയുള്ള ദിവസം മൊത്തം നിത്യ പൂജയുള്ളത്. മാത്രമല്ല അക്കരെ കൊട്ടിയൂർ തുറന്നു കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂർ അടയ്ക്കും എന്നാണ് പറയുന്നത്. അതായത് അക്കരെ കൊട്ടിയൂർ ഉത്സവ സമയത്താണ് തുറക്കുന്നത്. ആ അക്കരെ കൊട്ടിയൂർ ഉത്സവ സമയത്ത് തുറന്നാലേ ഇക്കരെ കൊട്ടിയൂർ അടച്ചിടും. ഇക്കരെ കൊട്ടിയൂർ പിന്നെ പൂജ ഉണ്ടാവില്ല, അടച്ചിടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ ഉത്സവത്തിന് മുന്നോട്ട് നടക്കുന്ന ചടങ്ങുകൾ ഒന്നാണ് എന്ത്
നെയ്യാട്ടം എന്ന് പറയുന്നത്. അപ്പം വാളും ആഭരണങ്ങളും, അതായത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് വാളും ആഭരണങ്ങളും കൊണ്ടുവരുന്ന വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നാണ് ട്ടോ. വാളും ആഭരണങ്ങളും കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്നത് എവിടുന്നാണ്? മുതിരേരിക്കാവിൽ നിന്നാണ്. പിന്നെ ഉത്സവത്തിന് മറ്റൊരു പ്രധാന ചടങ്ങാണ് ഇളനീരാട്ടം എന്ന് പറയുന്നത്. അത് ഭക്തർ കൊണ്ടുവന്ന ഇളനീര് സമർപ്പിക്കുന്നുണ്ട്. അത് അഭിഷേകം ചെയ്യുന്നതാണ് ഈ ചടങ്ങ്. ഇളനീരാട്ടത്തിന് പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാന ചടങ്ങ് ഇളനീരാട്ടം. അതിൽ തന്നെ പ്രധാന ഒരു ചടങ്ങാണ് ഈ ഭക്തർ കൊണ്ടുവരുന്ന ഇളനീര് അഭിഷേകം ചെയ്യുക എന്നത്. ഇനി കൊട്ടിയൂരിലെ പ്രധാന എന്താണ് പ്രധാന പ്രസാദം എന്ന് പറയുന്നത് ഓടപ്പൂവാണ്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അഭിഷേകം, അതായത് നെയ്യ് അഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന മറ്റൊരു വഴിപാട് എന്നറിയപ്പെടുന്നത്. ദക്ഷയാഗത്തിൽ ദക്ഷന്റെ തല മുറിച്ചതിനെ തുടർന്ന് ഉണ്ടായ രക്തം വീണ് സ്ഥലമാണ് ഇവിടെ ഈ കൊട്ടിയൂർ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത്രയാണ് ഈ കൊട്ടിയൂർ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കൊട്ടിയൂർ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ഐതിഹ്യപരമായിട്ട് പുരാണമായിട്ടൊക്കെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൊട്ടിയൂര്. അപ്പം പറ്റുന്നവരൊക്കെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക. വളരെ ഐശ്വര്യം നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം അടുത്ത ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം. അടുത്താണ് വൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. എന്താണ്? തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ശിവനും പാർവതിയാട്ടോ. ഇത് ശിവനും പാർവതിയും ചേർന്ന പ്രതിഷ്ഠയാണ് ഇത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിനകത്ത്. ശിവനെ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും ഒരേ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത ശിവനെ കിഴക്കോട്ടും പാർവതിയെ പടിഞ്ഞാറോട്ടും, അതായത് രണ്ടുപേരും രണ്ട് ദിക്കിലേക്ക്, ഓപ്പോസിറ്റ് ദിക്കിലേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീകോവിലാണിത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലുള്ളത്. ഈ രീതിയിലുള്ള പ്രതിഷ്ഠ എന്താണ്? അപൂർവമായിട്ട് കേട്ടോ ഇങ്ങനെ പ്രതിഷ്ഠിക്കുകയുള്ളൂ, അല്ലാതെ എല്ലായിടത്തും ഇങ്ങനെ ഒരു പ്രതിഷ്ഠ ഉണ്ടാവില്ല. വളരെ അപൂർവമായിട്ട് ഉള്ള ക്ഷേത്രങ്ങളിലെ ഇങ്ങനത്തെ ഒരു പ്രതിഷ്ഠ കാണുകയുള്ളൂ. വർഷത്തിൽ 12 ദിവസം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പാർവതി ദേവി നട തുറക്കുകയുള്ളൂ. ധനുമാസ തിരുവാതിര നാൾ മുതൽ 12 ദിവസത്തേക്കാണ് ഈ നട തുറക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ സവിശേഷത. അതായത് വർഷത്തിൽ 12 ദിവസം മാത്രം നട തുറക്കുന്ന പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ. ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസത്തേക്കാണ് ഈ നട തുറക്കുന്നത്. ഇത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവ സവിശേഷതയാണ്. വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും നല്ല ദാമ്പത്യം ലഭിക്കാനും ഈ 12 ദിവസങ്ങൾ ദേവിയെ ദർശിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്താണ്? വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും നല്ല ദാമ്പത്യം ലഭിക്കാനും ഈ 12 ദിവസങ്ങളിൽ ദേവിയെ സന്ദർശിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ 12 ദിവസത്തിൻ്റെത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 12 ദിവസം മാത്രം തുറക്കുന്ന പാർവതിയുടെ നട തുറക്കുന്ന ക്ഷേത്രം എന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഈ ദേവസ്വം ബോർഡിന്. അങ്ങനെ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഈ 12 ദിവസത്തെ ഒരു ഇത് പറയുന്നില്ല, ആ 12 ദിവസത്തിന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഈ 12 ദിവസം മാത്രം നട തുറക്കുന്നതിന് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. മറ്റൊന്നല്ല, പണ്ട് പാർവതി ദേവി മഹാദേവന് വേണ്ട നിവേദ്യം തിടപ്പള്ളിയിൽ വെച്ച് ഒരുക്കിയിരുന്നു. അതായത് തിടപ്പള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ ക്ഷേത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമാണ് തിടപ്പള്ളി. ഇത് ആരും കാണാതെയാണ് ദേവി നേരിട്ട് ചെയ്തിരുന്നത്. അതായത് ഈ രാത്രി കാലങ്ങളിൽ ഈ നട അടച്ച ശേഷമൊക്കെയാണ് ഇത് ചെയ്തിരുന്നതാണ് ഒരു വിശ്വാസം. ഒരു ദിവസം ദേവിയുടെ ഭക്തനായ ഒരാൾ ക്ഷേത്രത്തിലെ ഒരു നമ്പൂതിരിയാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ ഭക്തനായ ഒരു നമ്പൂതിരി എന്ത് ചെയ്തു? ഈ രഹസ്യമായി ഈ കാഴ്ച കണ്ടു. അത് ഒരു ദിവസം ഇതിങ്ങനെ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഭക്തനായിട്ടുള്ള ഒരു നമ്പൂതിരി എന്ത് ചെയ്യും? ഇത് കാണുകയും ഇത് ഈ സർവാഭരണ വിഭൂഷിതയായ ദേവി ഇങ്ങനെ നിവേദ്യം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അറിയാതെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അമ്മയെ സർവേശ്വരി എന്ന് വിളിച്ചുപോയി. ഇപ്പൊ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ ദേവി തന്റെ രഹസ്യം പുറത്തായി. അതായത് ഇങ്ങനെ ദേവി അവിടെ വരുന്നുണ്ടെന്നും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നുള്ള രഹസ്യം പുറത്തായതിനെ തുടർന്ന് എന്ത് ചെയ്തു? ദേവി ദുഃഖിതയാവുകയും ദേവി അവിടുന്ന് പോകാൻ തീരുമാനിക്കുകയും, എന്നാൽ ദേവി അവിടുന്ന് പോയി, ആ ക്ഷേത്രത്തിൽ നിന്ന് പോവാന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഭക്തരുടെ യാചന, ഈ ഭക്തരെല്ലാം കൂടി എന്നിട്ട് ഈ ഭക്തനും ബാക്കി വേറെ 1-2 ഭക്തരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? ദേവി പോകുന്ന അറിഞ്ഞ് അവരുടെ ദേവിയെ പോയി ദേവിയുടെ യാചിക്കുകയും തുടർന്ന് ദേവി മഹാദേവനോടൊപ്പം വർഷത്തിൽ 12 ദിവസം മാത്രം അവിടെ ദർശനം നൽകാൻ സമ്മതിച്ചു. അതായത് അവിടെ 12 ദിവസം മാത്രം മഹാദേവനോടൊപ്പം വർഷത്തിൽ ദർശനം നൽകുകയുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ 12 ദിവസം മാത്രം എന്ത് ചെയ്തു? ദേവിയുടെ നട തുറക്കുകയുള്ളൂ എന്ന് പറയുന്നത്. ഇതൊരു ഐതിഹ്യമാണ്. അപ്പം ഇതവിടെ സാധാരണ ഓരോ ക്ഷേത്രത്തിനെ പറ്റി ഓരോ ഐതിഹ്യങ്ങളുണ്ടാവും. അപ്പം അതിന്റെ ആധികാരികതയെ പറ്റി നമ്മൾ കൂടുതൽ ഇതാക്കാൻ നിൽക്കണ്ട. അപ്പം ഇതാണ് അവിടെ പറയപ്പെടുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് സ്വയംഭൂവാണ്. സ്വയംഭൂ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ഇനി ഐരാണിക്കുളത്തപ്പൻ എന്നറിയപ്പെടുന്ന ശിവഭക്തനായ അകവൂർ മനയിലെ നമ്പൂതിരിയുടെ ആഗ്രഹപ്രകാരം ശിവൻ അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറി ഇവിടെ വന്ന് കുടികൊണ്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം. അതായത് ഇവിടെ ഒരു ഐതിഹ്യം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ദേവിയുടെ ഐതിഹ്യം. ഇനി ശിവൻ ദേവൻ എങ്ങനെ ഇവിടെ, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഐരാണിക്കുളത്തപ്പൻ എന്നറിയപ്പെടുന്ന ഒരു ശിവഭക്തൻ അകവൂർ മനയിലെ നമ്പൂതിരിയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശിവൻ അദ്ദേഹത്തിന്റെ ഓലക്കുടയിൽ കയറി ഇവിടെ വന്ന് കുടികൊണ്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ പറയുന്നത്. ഇനി ദേവിക്ക് വസ്ത്രം സമർപ്പിക്കുന്ന പ്രധാന വഴിപാടാണ്. ഇവിടെ എന്താണ്? ദേവിക്ക് വസ്ത്രം സമർപ്പിക്കുന്നതാണ് പ്രധാന വഴിപാടാണ്. ഈ ദേവിക്ക് പായസം നിവേദിക്കും കേട്ടോ. ഇതിവിടെ വസ്ത്രം മാത്രമല്ല, ദേവിക്ക് എന്താണ്? പായസവും നിവേദിക്കാറുണ്ട്. അപ്പൊ ഇത്രയാണ് തിരുവൈരാണി. അപ്പൊ ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് നോക്കാം. ഇവിടുത്തെ പ്രദക്ഷിണ ശിവനും പാർവതിയാണ്. ശിവനെ കിഴക്കോട്ടും പാർവതി പടിഞ്ഞാറോട്ടും ഒരേ ശ്രീകോവിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. വർഷത്തിൽ 12 ദിവസം മാത്രമേ പാർവതി ദേവിയുടെ നട തുറക്കുകയുള്ളൂ.
എന്താണ് ധനുമാസത്തിൽ തിരുവാതിര നാൾ മുതൽ 12 ദിവസത്തേക്കാണ് ഈ നട തുറക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്നറിയപ്പെടുന്നത്. വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും നല്ല ദാമ്പത്യം ലഭിക്കാനും ഈ ദിവസങ്ങളിൽ ദേവി ദർശനം വളരെ ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. ഈ ദേവി ഇങ്ങനെ 12 ദിവസം മാത്രം ഈ നട തുറക്കുന്നതിനുള്ള കാരണം പറയുന്നത് ദേവി എന്ത് ചെയ്തു തിടപ്പള്ളിയിലെ രഹസ്യമായിട്ട് മഹാദേവന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും. അപ്പൊ ഇത് എന്ത് ചെയ്തു ഒരു ദിവസം ഒരു ഭക്തനായിട്ടുള്ള നമ്പൂതിരി എന്ത് ചെയ്തു കാണാനിടയായി. അങ്ങനെ ഇത് കാണാനിടയായപ്പോൾ ദേവിയുടെ രൂപം സർവാഭരണ വിഭൂഷണയായി നിൽക്കുന്ന ദേവിയുടെ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു പെട്ടെന്ന് പുള്ളിക്ക് ഭക്തി കൂടിപ്പോയി അമ്മയെ സർവേശ്വരി എന്ന് വിളിച്ചു അറിയാതെ. അങ്ങനെ വിളിച്ചപ്പോൾ ദേവി ഇത് പെട്ടെന്ന് കേൾക്കുകയും ദേവി ഇത് തന്റെ രഹസ്യങ്ങൾ അത് ഇങ്ങനെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്ന രഹസ്യമായിട്ടാന്ന് പറഞ്ഞല്ലോ, ആ രഹസ്യം പുറത്തായതാണ് ദുഃഖിതയായി തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അവിടുന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ എന്ത് ചെയ്തു ഈ ഭക്തൻ എന്ത് ചെയ്തു ഈ ദേവിയുടെ അയാഴ്ച ഇവിടുന്ന് പോവായിരുന്നു പറഞ്ഞ് ദേവി അവിടെ പിടിച്ചു നിർത്താൻ നോക്കി. അപ്പൊ ദേവി പറഞ്ഞു മഹാദേവനോടൊപ്പം വർഷത്തിൽ 12 ദിവസം മാത്രം ഇവിടെ ഞാൻ ഭക്തർക്ക് ദർശനം നൽകാമെന്ന് ദേവി സമ്മതിച്ചു. അങ്ങനെയാണ് ഇവിടെ ഈ 12 ദിവസം നട തുറക്കുന്നതിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ശിവൻ സ്വയംഭൂവാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനകത്ത് പറയുന്ന മറ്റൊരു ഐതിഹ്യം എന്താ വെച്ചാൽ ഐരാണിക്കുളത്തപ്പൻ എന്ന് പറയപ്പെടുന്ന ശിവഭക്തൻ അകൂർ മണി നമ്പൂതിരിയാണ് കേട്ടോ അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ശിവദേവൻ അദ്ദേഹം ഓടക്കുടയിൽ കയറി ഇവിടെ വന്ന് കുടികൊണ്ടു എന്നാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത്. ഈ ദേവിക്ക് വസ്ത്രവും പായസവും നിവേദിക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ക്ഷേത്രം. ഇനി അടുത്ത നോക്കാം. ഈ തട്ടയിൽ ഒരുപ്പുറത്ത് ഭഗവതി ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഭദ്രകാളിയാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണ്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ താലൂക്കിലുള്ള തട്ടയിൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? പത്തനംതിട്ട ജില്ല അടൂർ താലൂക്കിലുള്ള തട്ടയിൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളിയുടെ ശാന്തഭാഗത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭദ്രകാളി എന്നാണ് ശാന്തഭാഗത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു ശ്രീകുലം ഒരേ മുഹൂർത്തത്തിൽ 2 പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഈ ക്ഷേത്രം എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ശ്രീകോവിലിനുള്ളിൽ തന്നെ ഒരേ മുഹൂർത്തത്തിൽ 2 ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയുണ്ട്, ശാന്തസ്വരൂപിണിയായ ബാലഭദ്രയുണ്ട്. എന്താണ് ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളിയും ശാന്ത സ്വരൂപിണിയായ ബാലഭദ്ര ദേവി. ഇങ്ങനെ 2 പ്രതിഷ്ഠ ഒരു ശ്രീകോവിലിൽ നടത്തുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്ന അപൂർവ ക്ഷേത്രമാണ് തട്ടയിൽ ഉരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. അത് മാത്രമല്ല കഥകളി യോഗ സ്വന്തമായുള്ള ഏക ക്ഷേത്രം. അപ്പൊ ഈ ശ്രീകോവിൽ ഒരേ മുഹൂർത്തത്തിലെ 2 പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന് പറയുന്നതും ഈ കഥകളി യോഗത്തിന്റെയും ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇവ ഓൾറെഡി ചോദിച്ചിട്ടുള്ള പോയിന്റുകളാട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ശ്രീകോവിൽ ഒരേ മുഹൂർത്തത്തിലെ 2 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രം ഏതാണെന്നും കഥകളി യോഗ സ്വന്തമായിട്ടുള്ള ഏക ക്ഷേത്രം ഏതാണെന്നും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ദേവസ്വം ബോർഡിൽ തന്നെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ പോയിന്റ് ശരിക്കും ഓർത്തിരിക്കുക. കഥകളി യോഗമുള്ള ഏക ക്ഷേത്രം ഏതാണ്? ആ തട്ടയിൽ ഉരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. മാത്രമല്ല ഉഗ്രരൂപിണിയായ ശ്രീഭദ്രകാളി ശാന്തസ്വരൂപിയാണ് ബാലഭദ്ര ദേവി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതെന്താണ് പ്രത്യേകത? ഒരേ മൂർത്തിയുടെ 2 ഭാഗങ്ങൾ അതായത് 2 പ്രതിഷ്ഠകളുള്ള ക്ഷേത്രമാണിത് തട്ടയിൽ ഉരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇനി എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കുംഭമാസത്തിലെ ഭരണി നാളാണ് എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം എന്നറിയപ്പെടുന്നത്. ഉത്സവ സമയത്ത് തോറ്റംപാട്ട് എന്ന പേരിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഇവിടെ നടത്താറുണ്ട്. എന്താണ് അറിയപ്പെടുന്നത്? തോറ്റംപാട്ട് എന്ന പേരിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഇവിടെ നടത്താറുണ്ട്. ക്ഷേത്രത്തിൽ കാളിയൂട്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ചടങ്ങ് നടത്താറുണ്ട്. എന്തൊക്കെ ഇവിടുത്തെ? ഒന്ന് തോറ്റംപാട്ട്, മറ്റൊന്ന് കാളിയൂട്ട്. ഉത്സവ സമയത്ത് തോറ്റംപാട്ട് നടത്താറുണ്ട്. ക്ഷേത്രത്തിൽ കാളിയൂട്ട് കാളിയൂട്ട് എന്ന് പറയുന്നത് പ്രത്യേക ഒരു ചടങ്ങാണ്. അത് മാത്രം ഉത്സവ സമയത്ത് നടത്തുന്ന ഒരു പ്രത്യേക ചടങ്ങാണ് ഇത് തോറ്റംപാട്ട് എന്ന് പറയുന്നത്. ഇനി മകരമാസത്തിൽ പൂയം നാളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കൊണ്ടാറുണ്ട്. മകരമാസത്തിൽ പൂയം നാളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഇവിടെ നടക്കാറുണ്ട്. തിങ്കളാഴ്ചകളിൽ ചുറ്റുവിളക്ക് നടത്താറുണ്ട്. എല്ലാ തിങ്കളാഴ്ച എന്താ ഇവിടെ ചുറ്റുവിളക്ക് നടത്താറുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ക്ഷേത്രത്തെ പറ്റി പറയുന്നത്. എന്താണ് ഇവിടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയാണ്. പത്തനംതിട്ട ജില്ല അടൂർ താലൂക്കിലാണ് തട്ടയിൽ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളി ഇവിടെ ശാന്തപാത്രമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു ശ്രീകോവിലിൽ ഒരേ മൂർത്തിയുടെ 2 പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിന്റെ എന്താണ് പ്രത്യേകതയാണ് കേട്ടോ. ഉഗ്രരൂപിയായ ശ്രീഭദ്രകാളി ശാന്തസ്വരൂപിണിയായ ബാലഭദ്ര ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കഥകളി യോഗ സ്വന്തമായുള്ള ഏക ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? തട്ടയിൽ ഉരുപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. ഇനി എല്ലാ വർഷവും കുംഭമാസത്തിൽ ഭരണിനാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഉത്സവ സമയത്തെ പ്രത്യേക പൂജ ചടങ്ങാണ് തോറ്റംപാടത്ത് അറിയപ്പെടുന്നത്. ഇനി ക്ഷേത്രത്തിലെ പ്രത്യേക പൂജ ചടങ്ങ് ചോദിച്ചാൽ ഏതാണ്? അത് കാളിയൂട്ടാണ് കേട്ടോ. കാളിയൂട്ട് മകരമാസത്തിലെ പൂയനാളിൽ 10 ദിവസം നിൽക്കുന്ന ഉത്സവം നടത്താറുണ്ട്. എന്താണ് എല്ലാ വർഷവും കുംഭമാസത്തിലും ഉത്സവം നടത്തുന്നുണ്ട്. പിന്നെ മകരമാസത്തിൽ എന്താണ് പൂയനാളിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടത്താറുണ്ട്. ഇനി തിങ്കളാഴ്ചകളിൽ എന്താണ് ചുറ്റുവിളക്ക് നടത്താറുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തില്. അപ്പൊ ഇത്രയാണ് ഈ ക്ഷേത്രത്തെ പറ്റിയുള്ളത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് ഉഗ്രരൂപിണിയെ ശ്രീഭദ്രകാളി ശാന്തസ്വരൂപിനെ ബാലഭദ്ര ദേവിയും ഒരു ശ്രീകോവിലിൽ ഒരേ മുഹൂർത്തത്തിൽ 2 പ്രതിഷ്ഠയായിട്ട് ഇവിടെ പൂജിക്കുന്നു എന്നതും പിന്നെ കഥകളി യോഗ സ്വന്തമായിട്ടുള്ള ഏക ക്ഷേത്രം. ഈ 2 പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടോ. ഈ തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം. അടുത്ത എന്താണ്? തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം. പ്രധാന പ്രശ്നം മഹാവിഷ്ണു ആണ് കേട്ടോ.
ഇല്ല, ഇവിടെ എന്താണ് ഇത് രണ്ടാമത്തെ പോയിന്റിലേക്ക് പറഞ്ഞാണ് ടൈപ്പ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ സന്താന ഗോപാലമൂർത്തിയായിട്ട് എന്ത് മഹാവിഷ്ണു ആരാധിക്കുന്നതായിട്ട് എന്താണ് സന്താന ഗോപാലമൂർത്തിയായിട്ടാണ് ഇവിടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത്. ഇതൊരു ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, അത് ശ്രദ്ധിക്കാം. പിന്നെ ഇവിടെ എന്താണ് പൂർണ്ണത്രയം ഈശൻ. ഈ പൂർണ്ണത്രേശന്റെ പ്രത്യേകതയാണ് പൂർണ്ണത്രയം ഈശൻ എന്നീ മൂക്കൊന്നും അകലും പൂർണ്ണത്രേശൻ എന്ന പേര് വന്ന കേട്ടോ. എന്താണ് പൂർണ്ണത്രയം ഈശൻ. ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാം തികഞ്ഞ അറിവിന്റെ ഈശ്വരൻ അല്ലെങ്കിൽ ഈശൻ. ഈശൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് കേട്ടോ. എല്ലാം തികഞ്ഞ അറിവിന്റെ ഈശൻ എന്നാണ് എന്ത് അറിയപ്പെടുന്നത്? പൂർണ്ണത്രേശന്റെ അർത്ഥം. അല്ലെങ്കിൽ 3 വേദങ്ങളുടെ ഈശൻ. ഋഗ്വേദം, യജുർവേദം, സാമവേദം. ഋഗ്, യജുസ്, സാമ. ഈ 3 വേദങ്ങളുടെ ഈശ്വരൻ എന്നാണ് എന്ത് ഈ പൂർണ്ണത്രേശന്റെ അർത്ഥം. അതിനകത്ത് ഇല്ലാത്ത ഏതാണ്? അഥർവവേദം കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്തൊരു വേദം ഏതാണെന്ന് വേണമെങ്കിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അഥർവവേദമാണ്. ഇവിടെ എന്താണ്? ഋഗ്വേദമുണ്ട്, യജുസ് വേദമുണ്ട്, സാമവേദമുണ്ട്. പക്ഷെ ഇല്ലാത്ത എന്താണ്? അഥർവവേദമാണ് കേട്ടോ. അപ്പൊ 3 വേദങ്ങളുടെ ഈശ്വരനുണ്ട്. 4 വേദങ്ങളുടെ തെറ്റിപ്പോരുത്. അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 4 വേദങ്ങളുടെ അല്ല, മറിച്ച് 3 വേദങ്ങളുടെ ഈശ്വരൻ എന്നാണ് അർത്ഥമുള്ളത് കേട്ടോ. സാധാരണ ഈ വിഷ്ണുവിന്റെ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന രൂപത്തിൽ, അതായത് അനന്തശയന രൂപത്തിലാണല്ലോ കൂടുതലും കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് അനന്തശയന രൂപത്തിലുള്ളത്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് വിഗ്രഹം. അതായത് അനന്തന്റെ മുകളിൽ ശയിക്കുകയല്ല, മറിച്ച് ഇരിക്കുന്ന രൂപത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റിനാ. അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന ഭാവത്തിലുള്ള ക്ഷേത്രം, വിഗ്രഹമുള്ള ക്ഷേത്രം ഏതാണെന്ന് ഒരു ദേവസ്വം ബോർഡിന്റെ ഈ അടുത്ത് നടന്നൊരു എക്സാം നടന്നത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇനി പഴയ കൊച്ചി രാജവംശത്തിന്റെ കുലദൈവമായിട്ടാണ് പൂർണ്ണത്രേശനെ അറിയപ്പെടുന്നത് കേട്ടോ. പഴയ കൊച്ചി രാജാവിന്റെ കുലദൈവമാണ് ഒരു പൂർണ്ണത്രേശൻ. അപ്പൊ തിരുവിതാംകൂറിന്റെ അതായത് പത്മനാഭസ്വാമി ക്ഷേത്രമായിരുന്നു. അതുപോലെ കൊച്ചി രാജവംശത്തിന്റെ കുലദൈവം ഏതാണ്? പൂർണ്ണത്രേശ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 8 രാജക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. 8 രാജക്ഷേത്രം ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത് പൂർണ്ണത്രേശ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രത്തിൽ ഗണപതി മാത്രമാണ് ഉപദേവത. ഇവിടെ ഗണപതി മാത്രം ഉപദേവതയുള്ളൂ. വേറെ ഉപദേവതകൾ ഇല്ലാത്തൊരു ക്ഷേത്രമാണ്. ഇത് ഗണപതി മാത്രമാണ് എന്ത് ഈ ക്ഷേത്രത്തിൽ ഉപദേവത എന്നറിയപ്പെടുന്നത്. ഇനി ഈ ക്ഷേത്രത്തെ പറ്റി ഒരു ഐതിഹ്യം പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ മക്കൾ ജനിച്ചിവിടെ മരിച്ചു പോയിരുന്നു. ഒരു ബ്രാഹ്മണൻ ജനിക്കുന്ന മക്കളെല്ലാം മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനിച്ചിവിടെ മരിച്ചു പോയിരുന്നു. ഇദ്ദേഹം ദുഃഖിതനായിട്ട് ദ്വാരയെ ശ്രീകൃഷ്ണനോട് പോയി സങ്കടം പറഞ്ഞു. ശ്രീകൃഷ്ണനോട് കൂടെ എന്താ അർജുനും ഉണ്ടായിരുന്നു. അപ്പൊ അത് അർജുനൻ പറഞ്ഞു ഈ കുട്ടികളെ രക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ അർജുനൻ എത്ര ശ്രമിച്ചിട്ട് എന്ത് ചെയ്തു? കുട്ടികളെ രക്ഷിക്കാനോ ജീവൻ തിരിച്ചു നൽകാനോ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് എന്ത് ചെയ്തു? ഈ ദുഃഖത്തിൽ എന്ത് ചെയ്തു? താൻ വാക്ക് പാലിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ അർജുൻ എന്ത് അഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ് ചെയ്തത്. അപ്പൊ എന്ത് ശ്രീകൃഷ്ണൻ എന്ത് അർജുനെ കൂട്ടി വൈകുണ്ഠത്തിലേക്ക് പോയി. എന്നിട്ട് വൈകുണ്ഠത്തിൽ ചെന്നപ്പോ എന്താ മഹാവിഷ്ണുവിന്റെ അടുത്ത് ഈ കുട്ടികളെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. ഈ കളിച്ച് കുട്ടികൾ സുരക്ഷിതമായിരിക്കുന്നുണ്ടായിരുന്നു, ഈ കുട്ടികളുടെ അപ്പൊ എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണന്റെ മക്കളെ എന്ത് ചെയ്തു? അവിടുന്ന് അർജുനൻ മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ച് കുട്ടികളെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് മഹാവിഷ്ണു ഒരു ആ വിഗ്രഹം കൂടി അർജുന്റെ കയ്യിൽ നൽകുകയും ആ വിഗ്രഹമാണ് തൃപ്പൂണിത്തറയിൽ പ്രതിഷ്ഠിച്ചതെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സന്താന ഭാഗ്യ ലഭ്യതയ്ക്കായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണെന്നാണ് എന്ത് ഇവിടെ ഒരു വിശ്വാസം പറയുന്നത്. ഇതൊരു ഐതിഹ്യമാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് കേട്ടോ ഇത്. ഇനി ക്ഷേത്രത്തിൽ പഞ്ചലോക വിഗ്രഹം നിർമ്മിക്കാൻ ഇത് വേറൊരു ഐതിഹ്യം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ പറഞ്ഞത് ഒരു ഐതിഹ്യമാണ്, ഒരു പുരാണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ്. ഇനി അവിടെ വേറെ ഐതിഹ്യം പറയാം. എന്താണ്? ക്ഷേത്രത്തിൽ പഞ്ചലോക വിഗ്രഹം നിർമ്മിക്കാൻ ശ്രമിച്ച ഒരു മൂശാരി എന്ന് പറയുന്നത് ഈ പഞ്ചലോകം വിരിയിക്കുന്ന ആൾക്കാരാണ് മൂശാരിമാർ. ഈ ലോകം അല്ലെങ്കിൽ വിഗ്രഹം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ മൂശാരിമാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു മൂശാരി നിർമ്മിക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ട് അദ്ദേഹത്തിന് അത് പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു? മൂശാരി സ്വയം ആ പ്രതിഷ്ഠയിലേക്ക് ലയിച്ചു. അതായത് ഈ പ്രതിഷ്ഠയായിട്ട് അദ്ദേഹം തന്നെ അങ്ങ് ലയിച്ച് അതിനകത്തേക്ക് ചേരുവാണ് ചെയ്തത്, അത് പൂർണ്ണമാക്കാനായിട്ട്. ആ മൂശാരിയുടെ അനുസ്മരിച്ചുകൊണ്ട് ചിങ്ങമാസത്തിൽ എന്തൊരു മൂശാരി ഉത്സവം നടത്തുന്ന ക്ഷേത്രമാണ് ഇത് ഈ പറഞ്ഞ തൃപ്പൂണിത്തറ ക്ഷേത്രം എന്ന് പറയുന്നത്. എന്താണ്? ചിങ്ങമാസത്തിൽ മൂശാരി ഉത്സവം. അത് പ്രത്യേകത. ചിങ്ങമാസത്തിൽ മൂശാരി ഉത്സവം നടത്തുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു പോയിന്റ് ഇതിനകത്ത് ചോദിക്കാം. അപ്പൊ അങ്ങനെ പോയിന്റ് ചോദിക്കാൻ എന്താണ്? തൃപ്പൂണിത്തറയിലാണ്. തൃപ്പൂണിത്തറയിലാണ് അങ്ങനെ മൂശാരി ഉത്സവം, ചിങ്ങമാസത്തിൽ മൂശാരി ഉത്സവം നടത്താറുള്ളത്. അപ്പം ഇനി അടുത്ത് പറയുന്നത് വൃശ്ചിക മാസത്തിൽ വൃശ്ചികോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. എന്താണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏതാണ്? വൃശ്ചിക മാസത്തിൽ വൃശ്ചികോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വളരെ പ്രധാനപ്പെട്ടാണ്. കേരളത്തിൽ ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്ന ഉത്സവമാണിത്. ഈ വൃശ്ചിക മാസത്തിൽ വൃശ്ചികോത്സവം എന്നറിയപ്പെടുന്നത്. ഇതാണ് കേരളത്തിൽ ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്നതാണ് പറയുന്നത്. ഇനി തുലാമാസത്തിലെ ഉത്സവം അമ്പലം കത്തി എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. തുലാമാസത്തിൽ ഉത്സവം നടത്താറുണ്ട് ഇവിടെ. അതെന്താണ്? അമ്പലം കത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് കാരണം പറയുന്നത് പഴയ ക്ഷേത്രത്തിന് ഇവിടെ തീപിടുത്തം ഉണ്ടായതിനെ അനുസ്മരിച്ച്, അത് പഴയ ക്ഷേത്രത്തിന് ഇവിടെ തീപിടുത്തം ഉണ്ടായി, അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് എന്ത് തുലാമാസത്തിൽ അമ്പലം കത്തി എന്ന ഉത്സവം നടത്തുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും കർപ്പൂര കുനൽ കത്തിച്ച ചടങ്ങാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രത്തിന് ചുറ്റും കർപ്പൂര കുനൽ കത്തിക്കുന്ന ചടങ്ങാണ് ഇവിടെ ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് എന്താണ്? പാൽ പന്തിരു നാഴി.
അതാണ് ഇത് ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് പാൽ പന്തിരു നാഴി എന്ന് പറയുന്നത്. ഇനി ഭഗവാന് നെറ്റിപ്പട്ടം സമർപ്പിക്കുന്ന ഒരു പ്രധാന വഴിപാടും ഉണ്ട് കേട്ടോ. നെറ്റിപ്പട്ടം സമർപ്പിക്കുന്നതും പാൽ പന്തിരു നാഴിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ മഹാവിഷ്ണു ആണ്. മഹാവിഷ്ണു എന്താണ് സന്താന ഗോപാല മൂർത്തിയായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇനി പൂർണ്ണത്രേശ്യ ക്ഷേത്രത്തിന്റെ പൂർണ്ണത്രേശ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കുന്നത്. അതെന്താണ് എല്ലാം തികഞ്ഞ അറിവിന്റെ ഈശൻ അല്ലെങ്കിൽ 3 വേദങ്ങളുടെ ഈശൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവന്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അനന്തന്റെ മുകളിൽ ശയിക്കുന്നതല്ല, മറിച്ച് അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹം. സാധാരണ മിക്ക കൂടുതൽ ക്ഷേത്രങ്ങളിൽ എന്താണ് അനന്തന്റെ മുകളിൽ ശയിക്കുന്ന രൂപത്തിലാണ് വിഷ്ണുവിനെ കാണാറുള്ളത്. എന്നാൽ ഇവിടെ അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി പഴയ കൊച്ചി രാജവംശത്തിന്റെ കുലദൈവമായിട്ടാണ് പൂർണ്ണത്രേശ്യനെ അറിയപ്പെടുന്നത്. ഇനി ഗണപതി മാത്രമാണ് ഇവിടുത്തെ ഉപദേവം എന്ന് പറയുന്നത്. ഇതിന്റെ ഐതിഹ്യം ഞാൻ പറഞ്ഞാണല്ലോ. ഇനി ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു ഉത്സവം നടത്താണ് മൂശാരി ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത്. മൂശാരി ഉത്സവം. അതിന് കാരണം എന്താണ് ഈ പഞ്ചലോക വിഗ്രഹം നിർമ്മിക്കാൻ ശ്രമിച്ച മൂശാരിക്ക് അത് പൂർണ്ണമാക്കാൻ കഴിയാതെ വരികയും കൊണ്ട് ആ സങ്കടത്തിൽ മൂശാരി സ്വയം ആ പ്രതിഷ്ഠയിലേക്ക് ലയിക്കുകയും ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചിങ്ങമാസത്തിൽ മൂശാരി ഉത്സവം നടത്തുന്നത്. പിന്നെ വൃശ്ചിക മാസത്തിൽ വൃശ്ചിക ഉത്സവം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഉത്സവമാണ്. ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ഉത്സവകാലത്തിന് തുടക്കം കുറിക്കുന്ന ഉത്സവം ഏതാണെന്ന് വെച്ചാൽ അതും ഈ വൃശ്ചിക മാസത്തിൽ വൃശ്ചികോത്സവമാണ്. ഇനി തുലാമാസ ഉത്സവം അമ്പലം കത്തി എന്ന പേരിൽ അറിയപ്പെടുകയാണ് കേട്ടോ. ഈ തുലാമാസ ഉത്സവം എന്താണ്? അമ്പലം കത്തി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പഴയ ക്ഷേത്രത്തിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് അനുസ്മരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ചുറ്റും കർപ്പൂര കൂനുകൾ കത്തിക്കുന്ന ചടങ്ങാണ് ഇതിന്റെ ഭാഗം എന്ന് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് പാൽ പന്തീരു നാഴി. എന്താണ് പാൽ പന്തീരു നാഴി എന്നറിയപ്പെടുന്നത്? ഭഗവാന് നെറ്റിപ്പട്ടം സമർപ്പിക്കുന്നത് ഒരു പ്രധാന വഴിപാടാണ്. ഭഗവാന് നെറ്റിപ്പട്ടം സമർപ്പിക്കുന്നത് എന്താണ്? പ്രധാന വഴിപാടാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ. അപ്പം എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നമ്മുടെ ക്ലാസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.